അടിപൊളിയായിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് കളറിലോട്ട് ഇതേപോലെ എന്താ പറയുക ഫുള്ളി ഹാൻഡ് വർക്ക് വരുന്നൊരു ഫാബ്രിക് ആട്ടോ. പ്യുവർ ആയിട്ടുള്ള ഒരു ജോർജറ്റ് ആണ്. നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലോട്ട് ഉണ്ടോ. അതിനകത്തോട്ട് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് ഫുൾ വർക്ക് ആണ്. ഈ കാണുന്ന ഫുള്ളി ഹാൻഡ് വർക്ക് ഉള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ. അത് നമ്മൾ സ്ട്രൈറ്റ് വ്യൂ വെച്ചിട്ട്, അപ്പൊ അത് ഓൾ ഓവർ നല്ല ഈ ഫുൾ വർക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് വേറെ യോക്കോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വ്യൂ വരുന്ന ഇതേപോലെ ആയിരിക്കും. നല്ല ലെങ്ത്തും വിഡ്ത്തും ഇതൊക്കെ ആയിട്ട് ശരിക്കും നല്ലൊരു ഫ്രോക്ക് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലോങ് ആയിട്ടുള്ള ഒരു വ്യൂ ഇതേപോലെ ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്റെ ലുക്ക് വരുന്നത്. ഓക്കെ, അടിപൊളിയാണ്. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് ചെറിയൊരു പഫ് സ്ലീവ് വെച്ചിട്ട്, ഇപ്പൊ കൈക്ക് വണ്ണമുള്ളവർക്കൊക്കെ ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഈ കൈ പഫ് സ്ലീവ് വയ്ക്കുമ്പോൾ ആ ഒരു എന്താ പറയാ വണ്ണം നമുക്ക് തോന്നൂല. അത്രയും നല്ല ഒതുക്കം തോന്നുന്നു. സ്ട്രൈറ്റ് ബി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും നല്ല ഒതുക്കം തോന്നുന്നു. അപ്പൊ സ്ട്രൈറ്റ് ബി വെച്ചിട്ട് ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിൻ ഫാബ്രിക് ആണ് കൊടുത്തേക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് ആണ്. കാരണം ഫുൾ വർക്കാണ്, ഫ്രണ്ട് ഫുൾ വർക്കാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു ലുക്ക് വരുന്നത്. അടിപൊളിയായിട്ടോ. ഭയങ്കര ഈ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. എല്ലാവർക്കും മാച്ച് ആവുകയും ചെയ്യും. അപ്പൊ അത് എന്നിട്ട് ഒരു വി നെക്ക് വെച്ചിട്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് വീലോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻവേർട്ടഡ് പ്ലേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒരു ഇൻവേർട്ടഡ് പ്ലേറ്റ് വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇതിപ്പോ വേണമെങ്കിൽ ഒരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്തിട്ട് ഒരു ഗോൾഡൻ കളർ ഗോട്ടയുടെ ലേസ് ഒക്കെ വെച്ചിട്ട് ഒരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വേറെ ആയിട്ട് യൂസ് ചെയ്യാം. ബ്ലാക്ക് എല്ലാവരുടെയും കയ്യിൽ ബോട്ടംസ് ഉണ്ടാവും. അപ്പൊ ജോർജറ്റിന്റെ ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതല്ല അത് ടോപ്പ് ഓൺലി ഇതുപോലെ ഒരു ഫ്രോക്ക് ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. അതിന്റെ വർക്കിന്റെ ക്ലോസ് 49 വരുന്നുണ്ട്. ഫ്രോക്ക് പോലെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടം വെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിത് ഡെസ്പാച്ച് ചെയ്യണത് ഒരു 20 to 25 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് മാത്രമേ ഡെസ്പാച്ച് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ ബുക്ക് ചെയ്യും. കാരണം ഇടയിൽ എല്ലാവരും പിന്നെ അർജന്റാണെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ഓർഡർ അർജന്റ് ആയിട്ട് തന്നെ എടുക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഇത് വരും. അപ്പൊ ഞാൻ ഉള്ളത് പറയാം. നമുക്കിപ്പോൾ ഇവരെല്ലാവരും സ്റ്റാഫൊക്കെ നമുക്ക് അവർ പുറത്ത് വയ്ക്കുന്ന എല്ലാം ലീവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടൈം എടുക്കും ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർ മനസ്സിലാക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്യുക. അപ്പൊ നല്ല അടിപൊളിയാണ്. ആരും മിസ് ചെയ്യരുത്. ഞാൻ ഇതിന്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു പിക്ക് ഒന്നും കൂടെ ഇട്ടുതരാം. പിന്നെ ബാക്കി കിടക്കണേ അതുപോലെ തന്നെ ജെറ്റ് ബ്ലാക്ക് കളറിലോട്ട് വേറൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ഒരു പീസാണ് കേട്ടോ. ഇതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇതുപോലെ കണ്ടോ, നല്ല ചെറിയ ബീഡ്സ്. ഇതൊരു മൾട്ടി കളർ ബീഡ്സും സീക്വൻസും വെച്ചിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. ഇതുപോലെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു ബോർഡർ പോലെ കൊടുത്തിട്ട് അതിനകത്തോട്ടും ചെറിയ നല്ല എന്താ പറയാ ഒരു ലീഫ് പോലെയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. ഇതാണ് അതിന്റെ. ഇതും ജെറ്റ് ബ്ലാക്ക് കളറിലോട്ടാണ്. ഈ ഒരു ഇതിന് ഒരു മൾട്ടി കളർ വരുന്നുണ്ട്. അതായത് ശരിക്കും ഒരു ഷൈനിങ്, ശരിക്കും നല്ല ഭംഗിയായിട്ട് പിങ്കിന്റെയും കൂടെ ഒക്കെ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പാറ്റേണും കൂടെ വെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, പോലെയായിരിക്കും. ഇനി സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഒരു യോക്കിലോട്ട് മാത്രം വർക്ക് വേണം എന്നുള്ളവർക്ക് ഈ ഒരു പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയാണ്. ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിലോട്ട് ചെറിയ ഈ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള വർക്ക് എന്തൊരു ഭംഗിയെന്ന് അറിയുമോ, ഭയങ്കര രസമാണ്. താഴോട്ട് ചെറിയ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല ഒതുക്കം തോന്നുന്ന നല്ലൊരു പാറ്റേൺ ആണ്. സ്ലീവിലോട്ട് നമ്മൾ വർക്കൊന്നും കൊടുത്തിട്ടില്ല. ഈ നെക്ക് 8 വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ വേറെ ചെയ്ത് പാറ്റേൺ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കണ്ടോ, ഓൾ ഓവർ ഇതിനകത്തോട്ട് ആ ഒരു ഹാൻഡ് വർക്ക് വന്നേക്കണുണ്ടോ. കണ്ടോ, ഇത് ബീഡ്സും ത്രെഡും വെച്ചിട്ട് നല്ലൊരു ഡള്ളായിട്ട്, അതായത് ഒത്തിരി ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ഒരു ഷൈനിങ് ഉള്ള വർക്കല്ല, അല്ലാതെ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതേപോലെ ഈ ഒരു വർക്ക് കണ്ടോ, ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ഇതുപോലെയാണ് ഇതിൻ്റെ ഇൻവേർട്ടഡ് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ 2 പാറ്റേൺസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞത് ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 20 to 25 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഡെസ്പാച്ച് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക്